ഷാഫി പറമ്പിലിനെ UDF അനുയായികൾ അപമാനിക്കുന്ന പോസ്റ്റുകൾ ഇട്ടപ്പോൾ, കമൻറ്റുകൾ എഴുതിയപ്പോൾ നമ്മുടെ സുനിതാ ദേവദാസ് മാഡത്തിന് കുശാലായത് മുതൽ നാസർ കോളായിക്കായിക്ക് കോളായി വരെ തോന്നി. ഇതൊരു വൻ കോളാണല്ലോ എന്ന് കരുതി അവരെല്ലാവരും വളരെ സജീവമായി രംഗത്തെത്തി. എന്ന് വെച്ചാൽ എത്രയോ നാളുകളായി ഒരു കൊതിയോടെ, ഒരു ആഗ്രഹത്തോടെ ഒരു ചെറുപ്പക്കാരൻ കേരളത്തെ മുഴുവൻ ഇളക്കി മറിക്കുന്നത് കണ്ട് വല്ലാണ്ട് അസൂയ പൂണ്ട് കേരളത്തിലുണ്ടാകുന്ന എല്ലാ സംഭവങ്ങൾക്കും പിന്നിൽ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരനെ ഒന്ന് കുടുക്കി കുലുക്കി അകത്തിടാൻ ശ്രമിച്ചിട്ട് അതിലൊന്നും പെടാതെ അതിനും മേലെ ഉയർന്നു പറക്കുന്നത് കണ്ട് വിഷമിച്ചിരിക്കുകയായിരുന്നു ഈ ബഹുമാനപ്പെട്ടവരെല്ലാം. കാഫർ സ്ക്രീൻഷോട്ട് ഇറക്കി പരിശോധിച്ച് നോക്കി, മലബാറിനെ മുഴുവൻ നയിക്കുന്ന മാഫിയ തലവനാക്കി നോക്കി, രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഹെഡ് മാസ്റ്ററാക്കി പങ്കാളിയാക്കി. ഇതിലൊന്നും അണികൾ വീണിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഈ ചാനലുകളും മാധ്യമങ്ങളും എല്ലാം കൂടെ സൃഷ്ടിച്ച ഒരു മായിക വലയത്തിൽ വളരെ ഹിസ്റ്റീരിക്കായി നിൽക്കുന്ന കുറച്ച് അനുയായികളുടെ ആ ഒരു മാനസികാവസ്ഥയിലേക്ക് അങ്ങോട്ട് കൊണ്ടുവന്ന് ഷാഫി പറമ്പിലിനെ വെച്ചു കൊടുത്തപ്പോൾ അവരെല്ലാവരും സ്വന്തം ഷാഫിക്കായെ എഴുതുന്നത് കണ്ട് ഏറ്റവും കൂടുതൽ കോളായി തോന്നിയത് നമ്മുടെ നാസർ കോളായിക്കായ്ക്കാണ്. ദേ നാസർ കോളായിക്കായുടെ ആ ഭാഷണങ്ങൾ ഒന്ന് കേൾക്കേണ്ടതാണ്. ഷാഫി, നീ ചതിയനാണ്, നീ വർഗവഞ്ചകനാണ്, വിശ്വസിച്ചവരെ ചതിക്കുന്നവനാണ്. ഇത് ഞാൻ പറയുന്നല്ലോ, എന്റെ തലേ കയറാൻ വരണ്ട. ഇത് പറയുന്നത് ഷാഫിയെ വടകര പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് ജയിപ്പിച്ചു വിട്ട, കുയ്യാപ്ലയാക്കി ജയിപ്പിച്ചു വിട്ട വടകര പാർലമെന്റ് മണ്ഡലത്തിലെ കോൺഗ്രസിന്റെ, ലീഗിന്റെ, ജമാഅത്ത് ഇസ്ലാമിയുടെ അണികള് നവമാധ്യമത്തിലും വാട്സപ്പിലും വന്ന് ഷാഫിക്കെതിരെ കുരച്ചു ചാടുന്നതിന്റെ ചില വരികൾ മാത്രമാണ്. അതെ, ഇങ്ങനൊന്നും പറയുന്ന ആളല്ല നാസർ കോളായിക്ക. ഈ പറഞ്ഞതുപോലെ ആരെയും വർഗവഞ്ചകനാന്ന് പറയത്തില്ല, ആരെയും ഒന്നും പറയുന്ന ഒരാളല്ല. വളരെ നിയന്ത്രണ വിധേയമായി എന്ന് പറഞ്ഞാൽ നീതിയോടൊപ്പം സത്യത്തോടൊപ്പം നിന്ന് മാത്രം സംസാരിക്കുന്ന ഒരാളാണ്. ഈ വെള്ളാപ്പള്ളി നടേശനും അതുപോലെ തന്നെ ഈ ജനങ്ങൾ മുഴുവൻ തിരിഞ്ഞ 102 സീറ്റ് നൽകിയ ആ വികാരമൊക്കെ തിരിച്ചറിഞ്ഞ് ആ ജനങ്ങളുടെ വികാരം പൊതുവേദിയിലും പാർട്ടിയിലും നിർഭയമായി അവതരിപ്പിച്ച മഹാന്മാരിൽ മഹാന്മാരായ ഒരു നേതാവാണ്. പിന്നെ അദ്ദേഹത്തിന് ഒരു വിഷമമുണ്ട് കേട്ടോ. ഈ ഷാഫി വടകരയിലൊക്കെ ജയിക്കുന്നത് അദ്ദേഹത്തിന് വലിയ പ്രയാസം ഉണ്ടാകുന്ന കാര്യമാണ്. കാരണം സ്വന്തം ജില്ലാ പഞ്ചായത്തിൽ പോലും ജയിക്കാനാകാതെ വിഷമിച്ച് നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു വലിയ വിജയം ഒരു മണ്ഡലത്തിൽ പുള്ളി അനുഭവിക്കുന്നത് ശരിയല്ല. നാസർ കോളായിക്കില്ലാത്ത ഒരു സൗഭാഗ്യവും ഒരു സന്തോഷവും ഒന്നും പുള്ളിക്ക് ഉണ്ടാകാൻ പാടില്ലെന്ന് മാത്രമല്ല, നാസർ കോളായിക്ക് എപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുന്ന കമൻറ്റുകളിൽ ചിലത് ഇപ്പോൾ ഷാഫിക്ക് കിട്ടിയതിലാണ് നാസർ കോളായിക്കായിക്ക് വലിയ കോളായ സന്തോഷം തോന്നുന്നു. ഇതിനേക്കാളും മോശമായ ഭാഷയിൽ പറയുന്നുണ്ട്. അതെനിക്ക് പറയാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഇവിടെ പറയാത്തത്. അതെ അതെ, എന്തേ ഇപ്പൊ ഇവര് ഷാഫിയെ വഞ്ചകൻ എന്ന് വിളിക്കാനുള്ള കാരണം മറ്റൊന്നുകൊണ്ടുമല്ല, മുഖ്യമന്ത്രി ആരാകണം എന്ന നെട്ടോട്ടത്തിൽ കസേരക്കളിയിൽ ഷാഫി പിന്തുണക്കുന്നത് KC വേണുഗോപാലിനെയാണ്. ആ KC വേണുഗോപാലിനെ പിന്തുണക്കുന്ന ബഹുഭൂരിപക്ഷം MLA-മാർ, അങ്ങനെയാണ് നമുക്ക് കിട്ടുന്ന സ്ഥിതിവിവര കണക്ക്. ഇവരാരും കൈവന്നിച്ച് ഞാനാരും കണ്ടിട്ടില്ല, സകല ചാനലുകളും പറയുന്നത് അങ്ങനെയാണ്. ആ സ്ഥിതിവിവര കാണുന്നത് മാത്രം പറയുന്ന ഒരാളാണ് നാസർ കോളായി. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. കാണാത്ത കാര്യമാണെങ്കിൽ പുള്ളി കണ്ടില്ല എന്ന് തന്നെ പറയും. അത് കൃത്യമായി പുള്ളി പറഞ്ഞിട്ടുണ്ട്. പ്രകാരം ഒരു 38-40 MLA-മാർ KC വേണുഗോപാലിനെ പിന്തുണക്കുന്നു. അവരിപ്പോ വിളിക്കുന്ന പേര് കേട്ടിട്ടുണ്ടോ? ഊളകൾ. ഞാനല്ലോ, ഇതേ കോൺഗ്രസും ലീഗും ജയിപ്പിച്ചു വിട്ടവര് വിളിക്കുന്ന പേരാണ് ഊളകൾ. അക്കണക്കിനുള്ള ഒരു ഊളയാണ് അഭിജിത്ത് എന്ന് പറഞ്ഞാൽ നാദാപുരം മണ്ഡലത്തിലെ നിയുക്ത MLA. നാസർക്ക ഈ കോൺഗ്രസ്സുകാർ ഇങ്ങനെയൊക്കെ വിളിക്കത്തേ ഉള്ളൂ. പക്ഷേ കമ്മ്യൂണിസ്റ്റുകാരെങ്ങനെയാണെന്നറിയാമോ? മിണ്ടാതെ ഒന്നും വിളിക്കാതിരുന്ന് ഗോവിന്ദനെയും കുഞ്ഞികൃഷ്ണനെയൊക്കെ അങ്ങ് ജയിപ്പിക്കും, നാസർ കോളായിയെ തോപ്പിക്കും. ഇതൊക്കെയാണ് അവർ സാധാരണയായി ചെയ്യുന്നത്. അവരിതുപോലെ വിളിക്കത്തൊന്നുമില്ല. അപ്പോൾ അതിലൊക്കെ തീരുമാനിക്കാൻ മതി, ഇങ്ങനെ 2-3 പേർ വിളിക്കുന്നതാണോ ഏറ്റവും വേദനയുണ്ടാക്കുന്നത്, അതല്ല തോൽപ്പിച്ചങ്ങ് കുളിപ്പിച്ച് കിടത്തുന്നതാണോ എന്ന്. ഏതായാലും ഞാനിനി മുഴുവൻ കേൾപ്പിക്കുന്നില്ല, എനിക്ക് സമയമില്ല. പുള്ളിയും തിരക്കുള്ള ആളാണ്, ഒരുപാട് ഗൗരവമായ കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഞാൻ പറഞ്ഞത് ഈ പറയുന്ന നാസർ കോളായി മുതൽ സുനിതാ ദേവദാസ് വരെ വലിയ സന്തോഷത്തിലാണ്. എന്ന് പറഞ്ഞാൽ എത്രയോ നാളുകളായി ഈ ഷാഫി പറമ്പിലിനെ ജനങ്ങൾക്കിടയിൽ, കോൺഗ്രസ്സുകാർക്കിടയിൽ ഒന്ന് അൺപോപ്പുലർ ആക്കണം, കുറഞ്ഞ പക്ഷം
കുറച്ച് നാളത്തേക്കെങ്കിലും അങ്ങനെ ആക്കണം എന്ന് ആഗ്രഹിച്ചിരിക്കുമ്പോഴാണ് ഇത് കിട്ടിയത്. പിന്നെ സംഗതി മീഡിയ വണ്ണുണ്ട് കൂട്ടത്തിൽ. അവർക്കെപ്പോഴും അങ്ങനെയാണ്. ആരെങ്കിലും എവിടെയെങ്കിലും സന്തോഷത്തിൽ പോകുന്നതിനിടയിൽ ഒരു ശബ്ദം കേട്ടാൽ, പണ്ട് സുലൈമാൻ സേട്ടു സാഹിബിനെ പ്രോത്സാഹിപ്പിച്ചതുപോലെ, അബ്ദുൽ നാസർ മദനി സാഹിബിനെ പ്രോത്സാഹിപ്പിച്ചതുപോലെ, KT ജലീൽ സാഹിബിനെ പ്രോത്സാഹിപ്പിച്ചതുപോലെ, PV അൻവർ സാഹിബിനെ പ്രോത്സാഹിപ്പിച്ചതുപോലെ, അങ്ങനെ ചില ശബ്ദങ്ങൾ അവർക്ക് ഇഷ്ടമാണ് എന്ന് വിചാരിച്ച് ആ പ്രോത്സാഹിപ്പിക്കുന്നവരുടെ ബാധ്യതയൊന്നും ഏറ്റെടുക്കാൻ അവർ നിൽക്കില്ല. അവരെ പതുക്കെ ഇരിക്കുന്നിടത്ത് നിളക്കി വഴി കൊണ്ടിട്ടിട്ട് അവരങ്ങ് പോവും. അത് അവരുടെ ഒരു ലൈനാണ്. പത്രമുള്ളപ്പോൾ പത്രത്തിലൂടെ, ഇപ്പോൾ ചാനലിലൂടെ വന്നപ്പോൾ രണ്ടിലൂടെയും. ഏതായാലും എല്ലാവരും കൂടെ ചേർന്ന് അങ്ങ് ശരിപ്പെടുത്താമെന്നാണ് വിചാരിക്കുന്നത്. കാലം ഒന്നിനും കണക്ക് തീർക്കാതെ കടന്നു പോയിട്ടില്ല. എത്രയോ അൺപോപ്പുലാരിറ്റി, എത്രയോ തെറി വിളിച്ചവർ പിന്നെ ആഘോഷിക്കപ്പെട്ടിട്ടുണ്ട് ഈ നാട്ടിൽ. എത്രയോ ഉദാഹരണങ്ങൾ. ഇപ്പോൾ തൽക്കാലം അങ്ങനെ നിൽക്കട്ടെ, ബാക്കി പിന്നെ പറയാം.